ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ പോകണ്ട, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എന്നിട്ടാണ് മഴ നല്ല പോലെ ഉണ്ടല്ലേ, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഇടയ്ക്ക് ഒരു വെയിൽ കാണും, അത് കഴിഞ്ഞിട്ട് വീണ്ടും മഴ പെയ്യും. അങ്ങനെ അങ്ങനെ നിന്നുകൊണ്ടിരിക്കണ്ട. നമ്മുടെ ആദംകുട്ടൻ ഇന്ന് ഓടിക്കളിച്ച് നമ്മുടെ റോട്ടിൽ ഓടിക്കളിച്ചാലുള്ള സ്ഥിതി അറിയാലോ. നിറച്ചും മഴ പെയ്തിട്ട് വെള്ളമാണ്. വെള്ളത്തിൽ കൂടെ ഓടി ആശാൻ 2-3 ചേട്ടന്മാരും കൂടി കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അപ്പുറത്തെ വീട്ടിലെ പിള്ളേര് കളിക്കാൻ വന്നിട്ടുണ്ടായി. അവരുടെ കൂടെ കളിച്ച് ഓടലേടാന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞതാ. ഓടി 2 കാലും പൊട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, പൊട്ടിക്കോട്ടെ. പൊട്ടിക്കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു അടി കൊടുക്കുക അമ്മ, അടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വന്ന് കരഞ്ഞു കേട്ടാ. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇനി എന്തോരം പൊട്ടാൻ എടുക്കണം, അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓടിപ്പോയി കളിച്ചു. പൊട്ടറുമ്പോ ഒരു കരച്ചിലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് അവനതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. വീണ്ടും ഓടും, വീണ്ടും വീഴും. അതുള്ള പിള്ളേര് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കില്ലല്ലോ. എന്നിട്ട് മുറിയുന്നേ ഷേവിങ് സെറ്റ് കൈ മുറിയോ? അപ്പൊ നിന്റെയോ? നിന്റെ മുറിയില്ലേ? മുയ്യും. അവര് കൊച്ചു തൊട്ടില്ല. നീ എന്നിട്ട് നോക്കണ അത് വീണിട്ട് അങ്ങട് സൈഡിലേക്ക്. പശുമ്പ എവിടെ? അവിടെ പാപ്പന്റെ പശുമ്പ. വെറുതെ പറയാണല്ലേ, അവിടെ പശുമ്പൊന്നും ഇല്ല. കൈ കെട്ടി ഡാൻസാ? ഒന്നുകൂടി കാണിച്ച ഡാൻസ്. അതൊരു ഡാൻസ്, പുതിയ ഡാൻസ്. അപ്പാപ്പന്റെ ഷേവിങ് ക്രീം അടിച്ചു മാറ്റി. രണ്ടേ കൊണ്ട് പോണ്ട. അവരും ഇങ്ങോട്ട് വന്നേ. അപ്പാപ്പ ഇവിടെ എത്തിയില്ലേ? ഏറ്റവും പാടെ തന്നെ അപ്പച്ചൻ ഷേവ് ചെയ്യണ്ടായിരുന്നു. അതിന്റെ ഷേവിങ് ക്രീം ഇല്ലേ, അതെടുത്തു അബ്രുമുത്ത്. എന്നിട്ട് കൈ പിടിച്ചു. പക്ഷെ അതിന് വെയിറ്റ് ഉണ്ടായിരുന്നു, അവന്റെ കാലുമേക്ക് വീണു. ചെറുതായിട്ട് ഇങ്ങനെ പോറി പോലെ. വലിയ കാര്യത്തില് വലിയ പൊട്ടിയൊന്നുമില്ല, എന്നാലും വേദന എടുത്തിട്ടുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. കോളിഫ്ലവറേ നമുക്ക് കറി വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറും മുട്ടയും കൂടി. പക്ഷെ സംഭവം പെട്ടെന്ന് അടി പിടിക്കണ പോലെ എനിക്ക് തോന്നുന്നു. തീ കുറച്ച് കൂട്ടിയിട്ടിട്ടാ അമ്മച്ചി ഫ്രണ്ടിൽ പിള്ളേർ നോക്കാൻ നിന്നു. ഞാൻ പിന്നെ പാല് കാച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അത് കാച്ചാൻ വേണ്ടി നിന്നതാ. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടു. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ചീഞ്ചട്ടിയുടെ പ്രത്യേകത തോന്നുന്നു എനിക്ക്. ഇത് പെട്ടെന്ന് ഇങ്ങനെ അടിയിൽ പിടിക്കും. ഒരു പ്രാവശ്യം ഇളക്കിയിടാം. സാധനം ഇളക്കി ഉണ്ടെങ്കിൽ കോളിഫ്ലവർ കത്തിക്കരിഞ്ഞു പോവും. ഉണ്ടാകും സംഭവം. ഇത് അടിപൊളി സാധനം ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം തിന്നാൻ വേണ്ടി. കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവര് ഇങ്ങനെ കോളിഫ്ലവർ മുട്ടയ്ക്ക് ഇട്ടിട്ട് വെച്ച് നോക്കിക്കോ, അടിപൊളിയാ. ത്തിനെ ചോറ് കൊടുത്തിട്ട് ചോറ് തിന്നണില്ല. ചോറിന് ഇപ്പൊ തിന്നാൻ ഭയങ്കര മടിയാ. അപ്പൊ ഞാൻ വെച്ച് ഞങ്ങൾ ചോറ് തിന്നണെന്ന് വെച്ചിട്ട് അവന് എന്തെങ്കിലും ചോറ് തന്നെ കൊടുത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ അത് ഇഷ്ടമാവാന്നിട്ട് അവൻ കുറെ കഴിക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തു, അപ്പൊ ലേശം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ദോശ പോലെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. കഴിക്കുമോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ കഴിക്കാം, കഴിക്കാതിരിക്കാം. നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത്. ഇന്നലെ ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടൊന്ന് നനച്ചിട്ട് കൊടുത്തു, അല്ലാണ്ട് തിന്നണ്ടായിരുന്നില്ല. കുറച്ച് ഒരു 2 വായ എല്ലാ സാധനവും തിന്നും. അത് കഴിയുമ്പോൾ തുപ്പൽ തുടങ്ങും. അപ്പം ഇന്ന് കുറച്ച് ഗോതമ്പ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ ആ വക സാധനങ്ങൾ വേണ്ട. പലഹാരം ആർക്കും ഇഷ്ടമില്ല, എനിക്കിഷ്ടമില്ല, പിന്നെ പിള്ളേർക്ക് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ആദംകുട്ടന് ഇങ്ങനെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. എന്നാലും പുട്ടൊന്നും ഉണ്ടാക്കിയപ്പോൾ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് കൊടുത്തപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് വേണ്ട. അപ്പൊ ലേശം ഉണ്ടാക്കണം. ഒരു 2-3 ദോശക്കുള്ള പരിപാടിയേ ചെയ്യുള്ളൂ, വേറെ കൂടുതലൊന്നും ഉണ്ടാക്കില്ല. ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അത് വേറൊരു സത്യം. സത്യത്തിൽ ഇതൊന്നും അധികം ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ എന്താ പറയാത്ത? അതമ്മ ഗോതമ്പ് പൊടി ഇത് ഇവിടെ എടുത്ത് വെച്ചത് ദോശ ഉണ്ടാക്കാൻ. അത് കുത്തിപ്പൊടി മുളക് പൊടിച്ച് വെച്ചേക്കണ്ട. ഇത് അങ്ങോട്ട് പൊക്കോ. ഞാൻ ദോശക്കുള്ള പൊടി എടുത്തോട്ടെ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ രൂപത്തിലല്ല ഉണ്ടാക്കണ, ആരും തെറ്റിദ്ധരിക്കരുത്. ഇത്തിരി കൂടി വെള്ളം ഇല്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ പാളി പോകുന്ന എനിക്ക് പേടി. എനിക്ക് ഈ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറിയാത്ത പറഞ്ഞേ. അതെ, ഇത് പണ്ടത്തെ ദോശ ചട്ടിയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ദോശ ഇപ്പൊ ഞങ്ങളിവിടെ ഉള്ളപ്പോഴേ ഇതിൻ്റെക്ക് ആവശ്യമുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ദോശയോ സാധനങ്ങളൊന്നും ഉണ്ടാക്കലില്ല. അതുകൊണ്ട് തന്നെ ദോശ ചട്ടിയുടെ ഇതായിട്ട് നമ്മൾ വാങ്ങിയില്ല. നമ്മള്
ഫ്രൈ പാൻ തന്നെ വാങ്ങിയുള്ളൂ. ഇപ്പൊ ദോശച്ചട്ടിയിൽ ഉണ്ടാക്കേണ്ടതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത് പണ്ടത്തെ ദോശച്ചട്ടി, അപ്പൊ ഇതിലുണ്ടാക്കാം. ദോശ ഉണ്ടാക്കിയപ്പോ ഈ ഷേപ്പിലായി പോയിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടാക്കിയതല്ല. ഷേപ്പ് വേറെ ആയിപ്പോയി. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്തത് നമ്മൾ ട്രൈ ചെയ്യും. നെക്സ്റ്റ് ഷേപ്പ് നല്ല ഭംഗിയിലൊക്കെ. ദേ നമ്മുടെ ദോശ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അതിന് വേണ്ടേ? വേണ്ട പോണു. ചേട്ടൻ്റെ ചെരുപ്പ് പുറത്തേക്കിട്ടാളെ. അബ്രോ ഇപ്പൊ ബോളിടല് കഴിഞ്ഞ് ചെരുപ്പിടല്ലേ കുഞ്ഞു? മുതിന് ദോശ കൊടുത്തിട്ട് ഇത്തിരി കഴിച്ചുട്ടാ. പക്ഷെ ആദം ചേട്ടൻ ദോശ തിന്നമ്മ ഉണ്ടാക്കിയത് തിന്നാ? ആദ്യം തിന്നില്ല, നോക്കിയില്ല സൈഡിലേക്ക്. ആദ്യം ആദം കഞ്ഞി കുടിച്ചു. ആരുടെന്ന്? അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് കഞ്ഞി കുടിച്ചു ആദം. ദോശ തിന്നില്ല. ആദ്യത്തിന് കഞ്ഞിയാണോ ദോശയാണോ ഇഷ്ടം? കഞ്ഞി ദോശയാ? കഞ്ഞി ഇഷ്ടം? ദോശ ഇഷ്ടല്ല? പൊള്ളവൻ അവന് ഈ ചെരുപ്പും കൊണ്ട് നിന്റെ ചെരുപ്പ് പുറത്തേക്ക് ഇട്ടൂടാ. ഇവൻ ഈ ചെരുപ്പ് കൊണ്ടിട്ടേ ഇവനിപ്പോ ഗ്യാസും കുറ്റിയുടെ അവിടെ അന്ന് ഗ്യാസ് തുറക്കണ കണ്ടു. മിഞ്ഞാന്ന് ഗ്യാസ് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഗ്യാസ് ഇവിടെ തുറന്ന് ഗ്യാസ് കുറ്റി മാറ്റി വെക്കുന്നത് കണ്ടു. അപ്പൊ തുടങ്ങി ഇതിന്റെ ബാക്കിൽ നിന്ന് ചേട്ടൻ പോണില്ലേ, ഇതുമ്പോ പണിതോണ്ടിക്കാ. ഹലോ എന്തിയാവോ ഇവിടെ എന്തിട്ട് ഇവിടെ കണ്ട കാണിച്ചു കൊടുക്കല്ലേ അതും കൂട്ട് ഓരോന്ന്. കമന്റ് വന്നിണ്ടാ? എന്നിട്ട് അമ്മ പഴംപൊരി എന്നാ? അമ്മ ഹലോ ഗൈസ് എന്ന് പറയോ? ആദ്യം പറയോ? പറ വിശേഷങ്ങൾ ചോക്കി. നിങ്ങളെല്ലാവരും കമന്റ് ഇടാ. അതാണ് കൊച്ചു ഉദ്ദേശിക്കണേ. അപ്പാപ്പന്റെ ജീപ്പ് ദേ ഇവിടെ ഉണ്ട്, ഇവിടെ കിടക്കണുണ്ട്. അമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ണാടിയാ? ഇവിടെ ആപ്പാപ്പന്റെ ജീപ്പ് കണ്ണാടി ഉണ്ട്. എന്തോരോ കാര്യങ്ങളാന്നറിയാ കൊച്ചു പറയണേ. ഇവിടെ അപ്പാപ്പന്റെ ജീപ്പ് ഉണ്ട്, അവനുണ്ട്. രാവിലെ ഉറക്കത്തിന് എനിക്ക് പാടെ തന്നെ ഇവൻ നോക്കണത് കർട്ടൻ പൊക്കിയിട്ട് അപ്പാപ്പന്റെ ജീപ്പ് കൂടി ഉണ്ടോന്ന്. അപ്പാപ്പ അത് കൊണ്ട് എങ്ങനെയെങ്കിലും പോയോന്ന് അറിയാൻ വേണ്ടിട്ട്. അത് ഇവിടെ ഉണ്ടെങ്കിൽ അവന് സമാധാനം ഉണ്ട്, ഇല്ലെങ്കിൽ അവന് തുടങ്ങും. അപ്പൊ എവിടേക്ക് പോണാതാ? ഈ തിക്കോടെ അങ്ങോട്ട് റൗണ്ട് അടിക്കുക. എപ്പോഴാണ് അവ അവിടെ നിന്ന് വീണ? എന്നിട്ട് ഇങ്ങോട്ട് പോന്നേതാ? കണ്ണാട പിന്നെ രണ്ട് സൈഡിലേ, രണ്ട് സൈഡിലും കണ്ണാടി ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങോട്ട് പോരേ വാ. രണ്ട് സൈഡിലും കണ്ണാടി ഉണ്ടെന്ന്. ചേട്ടൻ പോയി, പിന്നാലെ അനിയൻ പോണു. ഇതാണ് പ്രശ്നം. അവിടെ എനിക്ക് വെള്ളം കിടക്കണ്ട വീഴും. തന്നെ ദോശ ഉണ്ടാക്കാൻ പരിപാടിക്ക് നിന്ന കാരണം അലക്കല് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അലക്കല് കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നാണെങ്കിൽ നേരത്തെ ചെറുതായിട്ട് മഴ പൊടിയുണ്ടായത്. ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട്. തുണിയൊക്കെ അലക്കിയിട്ട് ഉണങ്ങി കിട്ടൂല. അതോ തുണി നന്നായി ഉണങ്ങി കിട്ടും. ഇപ്പൊ അലക്കിയിടണം നമുക്ക്. എന്തിനു കിട്ടിയേ? ഇവനുണ്ടെങ്കിൽ കണ്ണ് തെറ്റിയ പറക്കി തിന്നും. എന്നിട്ട് സാധനം തന്നെ അമ്മയുടെ കയ്യിൽ തന്നെ, അമ്മയുടെ കയ്യിൽ തരാൻ. അതാ അബ്രു അമ്മയുടെ കയ്യിൽ തായോ. ചേട്ടൻ ചിരിക്കും നോക്കിയേ. തായോ കണ്ട എന്തോ പിടിച്ചിട്ടുണ്ട്. തായോ തരാന്നാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ജെറ്റ് പോണോക്കി എന്താ സ്പീഡ്. കുട്ടികളെ ഞാൻ എന്താ ചെയ്യാ? നല്ല മഴ പെയ്യുന്നില്ല, നല്ല മഴ പോയിതാ. തുണി ഓടിട്ടിട്ടോ ഓടി. മഴ ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. ഒരു വിധത്തില് ഒരു പേജോട് ഇട്ടതാണ്. പക്ഷെ അത് തുണി അങ്ങോട്ട് ഇടാൻ പറ്റില്ല. അപ്പോഴേക്ക് മഴ അങ്ങോട്ട് വന്നു. അതിന് മുന്നേ നല്ല വെയിൽ കണ്ടതാ. അപ്പൊ നല്ല പിന്നാലെ മഴ കുറച്ച് നനഞ്ഞു കേട്ടോ. അതും കൂടി ഇതേ ഭക്ഷണം കഴിക്കാൻ പോവാൻ കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ചെറുതായിട്ട് കത്തിക്കരിഞ്ഞു പോയി. അമ്മച്ച് വിചാരിച്ച് ഗ്യാസ് ഓഫാക്കി ഇട്ടുണ്ടെന്ന്. പക്ഷെ സത്യത്തിൽ ഗ്യാസ് ഓഫായിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ വന്ന് ഓഫ് ചെയ്യുക ചെയ്തേ. അതുകൊണ്ട് അത് ഒന്ന് കത്തി കരിഞ്ഞു. ചെറുതായിട്ടൊരു വേറൊരു കളറിലേക്കായി. എന്നാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട് സംഭവം. ടേസ്റ്റ് ഉണ്ടായ പോരെ. ഞാനും വന്നുണ്ട്. അതേവ വന്നിട്ടുണ്ടെന്ന്. നീ എവിടെ നിക്കേ? ചേട്ടൻ വേഗം കയറി നിന്നു. ചേട്ടൻ കയറി നിന്നൂടാ ബ്രോ.
ചേട്ടൻ കേറി നിന്നൂടാ, അവൻ കേറി നിന്നൂടാ വണ്ടിമേക്ക് കേറി നിന്നൂടാ. എന്തിട്ട് വാങ്ങിച്ചോളാ? കോപ്പിക്കോ വാങ്ങിച്ചോ പാപ്പ. പിന്നെന്തിട്ട് വാങ്ങിക്കണ്ടേ? മിഠായി. പിന്നെ ജെംസ് മിഠായി, കപ്പലിന് മിഠായി. നമ്മുടെ വീഡിയോയിലെ 2-3 കമന്റ് വന്നിട്ടുണ്ട് കേട്ടാ. ശരിക്കും നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ്. അപ്പച്ചനും അമ്മച്ചി എല്ലാവരും ഉണ്ട്. അപ്പൊ എന്നെ കുറിച്ചൊന്നല്ല ചോദിച്ചേക്കണേ, അപ്പച്ചന്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, അപ്പച്ചൻ ചെരുപ്പിടാറില്ലേ എന്ന് കമന്റ് വന്നിട്ടുണ്ട്. 2-3 കമന്റ് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ വേറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോടാണ് ചോദിക്കണേ, അപ്പച്ചൻ ചെരുപ്പിടാറില്ലേന്ന്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ചെരുപ്പിടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പച്ചൻ ചെരുപ്പിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുല്ലിന് പോവില്ലേ, നമ്മുടെ എരുമയ്ക്കൊക്കെ പുല്ല് പറിക്കാൻ പോകുമ്പോ ഷൂ ഇടും. അതുപോലെ തന്നെ റബ്ബർ ബൂട്ട് ഇടാറുണ്ട്. കാരണം പുല്ലിനൊക്കെ പോകുമ്പോ റബ്ബർ ബൂട്ട് ഇടും. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോ ഇങ്ങനെ പുറത്തേക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോൾ ഒന്നും ചെരുപ്പിടില്ല, അല്ലാണ്ട് ഷൂ ഒന്നും ഇടില്ല. അല്ലാണ്ട് നമ്മൾ പാടത്തേക്ക് എരുമയ്ക്ക് തീറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ എരുമയ്ക്ക് വെള്ളം കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പാടത്തേക്ക് ചെളിയിലേക്ക് ഇറങ്ങില്ലേ, അപ്പം അപ്പച്ചൻ ഷൂ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുല്ലരിയാൻ പോകുമ്പോൾ റബ്ബർ ബൂട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇതുവരെ അപ്പച്ചൻ ചെരുപ്പ് ഇടുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോഴാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ കല്യാണത്തിനാണെങ്കിലും നാത്തൂൻ്റെ കല്യാണത്തിനാണെങ്കിലും ഒരു പരിപാടിക്ക് അപ്പച്ചൻ ചെരുപ്പ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ജനിച്ചപ്പോൾ തുടങ്ങി അപ്പച്ചൻ ചെരുപ്പ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ചേട്ടായും പറഞ്ഞേക്കുന്നത് അങ്ങനെയാ, അപ്പച്ചൻ ചെരുപ്പിട്ടിട്ട് ആളും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ചെരുപ്പ് ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ ആൾക്ക് ഇപ്പൊ ചെരുപ്പിടാൻ താല്പര്യം ഉണ്ടാവില്ല. പണ്ടേ മുതലേ തുടങ്ങി അങ്ങനെ തന്നെയാണ് അപ്പച്ചൻ ശീലിച്ചിരുന്നുണ്ടെങ്കിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ അങ്ങനെ തന്നെ ശീലിച്ചേക്കണേ. ഇപ്പോഴും അങ്ങനെ തന്നെ അതിലൊരു മാറ്റം വന്നില്ല. ഇപ്പൊ പിന്നെ നമ്മള് ഒരാളുടെ ഇഷ്ടത്തിൽ കയറിയിട്ട് അപ്പച്ചൻ ചെരുപ്പിടാണ്ട് ഇപ്പൊ എൻ്റെ മോളുടെ കല്യാണമാണ് ഈ ചെരുപ്പിട് അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മള് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ്. അപ്പൊ അപ്പച്ചന് ഇഷ്ടമില്ല. അപ്പച്ചന് കാലിന്റെ അടിയിലൊക്കെ നല്ല തയമ്പുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചെരുപ്പിടാണ്ട് നടക്കേണ്ടത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ചെരുപ്പില്ലാണ്ട്. പണ്ട് കാലത്തുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കണേട്ടാ. അപ്പം ഇതിന് പ്രത്യേകിച്ച് കാരണമോ കാലിൻ്റെ അടിയിൽ ആണി ഉണ്ടായിട്ടോ അല്ലാണ്ട് കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടോ ചെരുപ്പിടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടോ അങ്ങനെയൊന്നല്ല. അപ്പച്ചന് പണ്ടേ മുതൽ അത് ഇഷ്ടമില്ല. അപ്പച്ചന് അങ്ങനെയാണ് ശീലിച്ചേക്കണേ. അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞാലും അപ്പച്ചൻ്റെ കാല് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ. എല്ലാ ആഴ്ചയും നഖം വെട്ടല്, കാല് കഴുകല്, ഇങ്ങനെ കാലും വൃത്തിയിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടില്ല. ഞാനൊക്കെ നഖം വെട്ടാണ്ടാവുമ്പോൾ അപ്പച്ചൻ പറയും, എന്നിട്ട് നിന്റെ നഖം കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ അപ്പച്ചനത് നീറ്റായിട്ട് ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ചെരുപ്പിടാണ്ടൊക്കെ പുറത്തേക്ക് പോയാലും മറിച്ച് ചെളിയൊക്കെ ആയിക്കഴിഞ്ഞാലും വരുമ്പോഴേക്കും ഉറച്ച് കഴുകി അതിനൊക്കെ ഒരു കഴിവ് വേണേ. അതൊക്കെ അപ്പച്ചൻ ചെയ്യൂട്ടാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.